ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റിസാസ് മലബാർ കിച്ചൺ. ഞാൻ ഇന്നില്ലേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ബിരിയാണി വെക്കാൻ പോകുന്നത്. നമുക്ക് ബിരിയാണി ചെല്ലുമ്പോൾ ആകെ തലച്ചോടി എന്തെന്നറിയോ, ഉള്ളി കുറേ ചിള്ളണോ, അത് കഴിഞ്ഞിട്ട് തക്കാളി കുറേ ചിള്ളണോ, അത് കഴിഞ്ഞിട്ട് പച്ചോള് ചിള്ളണോ, അങ്ങനെ ചിള്ളിയിട്ട് ആകെ ബനിയാന്ന്. അങ്ങനെ ഒന്നുമില്ലാലോ, ഒരു എളുപ്പത്തിലൊരു ബിരിയാണി പറഞ്ഞു തരുന്നതാവേ. നമുക്ക് ഫസ്റ്റ് വേണ്ടത് 3 വലിയ ഉള്ളിയും 5 തക്കാളിയും 2 പച്ചോളും. ഈ തക്കാളിനെയും പച്ചോളിനെയും ഞാൻ മുറിച്ച് എനിക്ക് ഈ തക്കാളി മുറിക്കാൻ ഭയങ്കര വിരസോ. ഇനി നമുക്ക് ഉള്ളി മുറിക്കാലോ. ഉള്ളി മുറിക്കുന്ന ഒരു സാധനമുണ്ട്, ഇതിൻ്റെ പേരെന്തെന്നൊന്നും നമുക്കറിയില്ല. എന്നിട്ട് ബ്ലേഡ് പോലത്തെ എന്താന്തോ. ഈ ഉള്ളി മുറിക്കാൻ എന്തോ ഒരു എളുപ്പം, എത്രയോ ബിയോ ഉള്ളി മുറിച്ചിട്ടാന്ന്. ഇങ്ങനെ രണ്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ഉള്ളിയെല്ലാം മുറിച്ചിട്ട് നല്ല തെളുപ്പിലാന്ന്. കത്തിയിൽ മുറിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ഈയിൽ മുറിക്കാൻ ഒരു മിനിറ്റ് മതി. അത്ര ബിയോ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാട്ടും ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ എന്നാണ് ഇതിൻ്റെ മുറിച്ചുള്ള ബ്ലേഡ്, അതിൽ മുറിയുന്നു. കുറേ ഇങ്ങനെ അമർത്തിയിട്ടൊന്നും മുറിക്കേണ്ടൊന്നും വേണ്ട, ബേയാന്ന്. കണ്ടില്ല നമ്മളെ ഉള്ളിയെല്ലാം അപ്പം ബിയ്യ മുറിച്ചിട്ടായി. 3 ഉള്ളി നല്ല തെളുപ്പിൽ മുറിച്ചിന്. നോക്കാമല്ലോ എത്ര തെളുപ്പായിന്ന്. നമ്മൾ കത്തിയോട് മുറിച്ചെങ്കിൽ ഇങ്ങനെ തെളുപ്പൊന്നും ആവാല. ബേമ്പേ മുറിക്കുമ്പോൾ ഇങ്ങനെ ടൈം എടുക്കുമ്പോൾ മുറിക്കുമ്പോൾ ആവുമെന്തോ. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളീൻ്റെ തക്കാളീൻ്റെ എല്ലാം പണി കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുണ്ടത് ഈ ചെമ്മീൻ ഞാൻ ഇവിടെ നല്ല പാങ്ങിൽ മുറിച്ചിട്ട് കൈയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനെയാണ് നമ്മൾ പെരക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് മുകളിൽ പെരക്കിയിട്ട് ജസ്റ്റ് ഒരു ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ആക്കിയിട്ട് ഇട്ടില്ലെങ്കിൽ ബിരിയാണിക്ക് ഒരു ചേല് വരുന്നില്ല. ഫ്രൈ ആക്കിയിട്ടിട്ടെങ്കിൽ നല്ല പാങ്ങാന്ന് ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ഇട്ടിട്ട് പെരക്കുന്നതെന്ന്. ഞാനിതില്ലേ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ടത്. 1 കിലോ ചെമ്മീനും 1 കിലോ നെയ്ച്ചോറിൻ്റെ അരിയും. നമുക്ക് 1 കിലോ ചെമ്മീൻ ഉണ്ടെങ്കിൽ 1 കിലോ ചെമ്മീനും 1 കിലോ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കേണ്ടത്. ഈ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയുമല്ലോ, അത് എത്രയുണ്ട് അങ്ങനെ ഇടാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടായിട്ട് മുളക് പൊടി ഇടാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് ചില്ലി പൗഡർ ഉണ്ട് അത് നിങ്ങൾക്ക് ഇടാം. ഞങ്ങൾക്ക് മുളക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മാത്രം ഇട്ടിട്ടുണ്ടത്. നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടുക കുറക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. മുളക് നല്ലോണം പാണ്ടാൽ നിങ്ങൾക്ക് മുളക് കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഊറ്റിച്ചിട്ട് നല്ല പാങ്ങിൽ പെരക്കിയിട്ട് എടുക്കാം. സ്പൂണിലേക്കാളും നല്ലത് കൈ കൊണ്ട് പരക്കുന്നതാണ്. ചെമ്മീനിലേക്ക് എപ്പം കുറച്ചധികം മുളകിടുന്നത് തന്നെ നല്ലത്. എന്തില്ലെങ്കിൽ ചെമ്മീൻ എണ്ണക്ക് ഇടുമ്പോൾ മുളെല്ലാം വേറെയാണ്. അപ്പോൾ കുറച്ചധികം മുളുണ്ടെങ്കിൽ ചെമ്മീനിലേക്ക് കുറച്ച് മുള പിടിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എല്ലാം എണ്ണയിലെന്നെ പോന്ന് മുളെല്ലാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെമ്മീനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് തന്നെ കൊടുക്കാം. നമ്മൾ ഈ 1 കിലോ ചെമ്മീനും ഒന്നാകെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. ഇങ്ങനെ മറിച്ചിട്ടും തിരിച്ചിട്ടൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ചിള്ളിയിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. എല്ലാം ഒന്നാകെ എണ്ണ നല്ല ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ഈ പെരക്കിയിട്ട് വെച്ച ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നാകെ തന്നെ ഇടണം, ഇങ്ങനെ വേറെ ഇടണമില്ല. എന്നിട്ട് ചെമ്മീനെ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ചിള്ളിയിട്ട് കൊടുക്കാം. അടിഭാഗവും മേലെ ഭാഗമെല്ലാം ഇങ്ങനെ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മിങ്ങനെ ചെയ്യുന്നത്. നമ്മിങ്ങനെ ചില്ലിയിട്ട് കൊടുത്തില്ലെങ്കിൽ അടിയിൽ മാത്രം നല്ല ഫ്രൈ ആയിട്ടുണ്ടാവും, മുകളിലെല്ലാം ഇങ്ങനെ ഫ്രൈ ആവാതെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിള്ളിയെങ്കിൽ മുകളിലും അടിയിലും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം വെക്കണമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നു. പിന്നെ കുറച്ച് നല്ലോണം ഫ്രൈ ആണെങ്കിൽ കുറച്ചധികം വെച്ചാൽ മതി. ഞാനിപ്പോൾ മറ്റേ അടുപ്പിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. മറ്റേ ചെമ്മീൻ ജസ്റ്റ് ഒരു ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് അവിടെ ഫ്രൈ ആവട്ടെ. എന്നിട്ട് ഈ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കുറേ വേണ്ട. എന്നിട്ട് ഓയിൽ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളിയിട്ട് കൊടുക്കുക. നമ്മൾ ഒന്നിപ്പോട്ട് മുറിച്ചിട്ടേ നല്ല തെളുപ്പിൽ ആ ഉള്ളിയിട്ട് കൊടുക്കുക. അങ്ങനെ ചിള്ളിക്കൊണ്ടൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ തക്കാളിയും പച്ചോളും ഇട്ട് കൊടുക്കാം. ഉള്ളി ബേനൊന്നും കാക്കണമില്ല, ഒന്നാകെ ഉള്ളിയും പച്ചോളും തക്കാളിയും എല്ലാം ഒന്നാകെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചിള്ളണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്.
ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കറിച്ചപ്പല ഇട്ട് കൊടുക്കാം. കറിച്ചപ്പല ബിരിയാണിക്ക് ഇട്ടങ്ങ് നല്ല പാങ്ങാന്ന്, നല്ലൊരു മണം വരുന്നു ഈ ചെമ്മീൻ ബിരിയാണിക്ക്. എന്നിട്ടായിട്ട് അതും നല്ല പാങ്ങിലൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇല്ലാങ്കിൽ കറിച്ചപ്പല ഒരു സ്ഥലത്ത്, തക്കാളി ഒരു സ്ഥലത്ത്, ഉള്ളി ഒരു സ്ഥലത്തെല്ലാം ഉണ്ടാവും മിക്സ് ആക്കിയില്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൈ ആക്കിയിട്ട് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും അതിൻ്റെ അരപ്പും അതിലുണ്ടാകുന്ന ബാക്കി ഉണ്ടാകുന്ന എണ്ണയില്ലേ അതെല്ലാം ഒന്നാകെ ഇട്ടിട്ട് ചൊരിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള വെള്ളം കൂട്ടണം. നെയ്ച്ചോറ് വെക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്കറിയാമല്ലോ. ഒരു പാട്ട അരിയെങ്കിൽ 2 പാട്ട വെള്ളം വേണം. 2 പാട്ട നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടെങ്കിൽ 4 പാട്ട വെള്ളം കൂട്ടണം. എത്ര നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട് അതിൻ്റെ ഡബിൾ വെള്ളം കൂട്ടിയാൽ മതി. വെള്ളം കൂട്ടിയ ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതെന്തുമല്ലപ്പോൾ നമ്മളെ ഇഞ്ചും വെള്ളുള്ളി അരച്ചത്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ അരിക്കും ഉള്ളിയും തക്കാളിക്കും വേണ്ടത്ര നോക്കിയിട്ട് ഇടുക. ചെമ്മീൻക്ക് ഓൾറെഡി ഇട്ടിന്. ഞാനിതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിനെ. ഇനി നമ്മളെ വെള്ളം നല്ല പാങ്ങിൽ തിളക്കണം. തിളക്കുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. നെയ്ച്ചോറിൻ്റെ അരി നല്ല പാങ്ങിൽ കൈയിട്ടായിട്ട് വെള്ളം തിളക്കുമ്പോൾ ഇടാം. തിളക്കുമ്പോൾ അല്ല മുന്നേ ഇട്ടെങ്കിൽ ചോറ് നേരാവല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം തിളക്കുമ്പോൾ മാത്രം അരി ഇടാം. അരി എല്ലാം ഇട്ടിട്ടായിട്ട് നമുക്ക് ബാക്കിയൊരു കാര്യമുണ്ടത് നെയ്യ് ഇടണം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇടണം. അന്നെങ്കിൽ നെയ്ച്ചോറിന് നല്ല മണം വരുന്നു. ലാസ്റ്റ് നെയ്യ് ഇടുമ്പോൾ ആണ് നെയ്ച്ചോറ് നല്ല പാങ്ങാന്നത്. എന്നിട്ടായിട്ട് നമുക്കിനി എന്താക്കേണ്ടത്, ഇനി എന്തൊക്കെ ബാക്കി കാര്യമില്ല. നമുക്കിനി കുക്കർ ബന്ധാക്കിയിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. അതിനാട്ടി മുമ്പ് ഒരു കയ്യില അല്ലെങ്കിൽ തവിയാ മറ്റോ ഉപയോഗിച്ചിട്ടില്ലേ നമ്മൾ ഈ നെയ്ച്ചോറിനും ഉള്ളിനും തക്കാളിനും എല്ലാം നല്ല പാങ്ങിൽ കലക്കിയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് നമ്മളെ കുക്കർ ബന്ധാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കൂക്കിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ പ്രസ്റ്റീജിൻ്റെ കുക്കറിൽ 1 വിസിൽ മതി. നിങ്ങളെ കുക്കറിൽ എങ്ങനെ നെയ്ച്ചോറ് വെക്കൽ അതുപോലെ ആക്കിയിട്ട് എടുക്കണം. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വിസിലെല്ലാം അയച്ചിട്ട് അപ്പോൾ തന്നെ കുക്കർ തുറക്കണം. ഇല്ലെങ്കിൽ നല്ലോണം ബന്ധവും നമ്മളെ ബിരിയാണി. അപ്പോൾ നമ്മളെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി. ഇനി നല്ലൊരു കയ്യിൽ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അത്ര തന്നെ പണി. അപ്പോൾ നമ്മൾ എളുപ്പത്തിലൊരു ചെമ്മീൻ ബിരിയാണി റെഡി. ഇനി നമുക്ക് തിന്നെങ്കിൽ മാത്രം മതി. എന്തോ ഒരു പാങ്ങ് ചെമ്മീൻ ബിരിയാണി. ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് ബേമ്പേ ആക്കിയിട്ട് കഴിയുന്നൊരു പണിയാണ്. ചെമ്മീൻ തൊല്ലിയിട്ടെല്ലാം ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ ബീയാണ്. ഇല്ലെങ്കിൽ ചെമ്മീൻ തൊല്ലാൻ കുറച്ച് പണിയാണ്. അത്ര തന്നെ. മറിച്ചാൽ ചെമ്മീനെല്ലാം ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ എത്ര ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തരാബേ. താങ്ക് യു.